ഇനി നമുക്ക് ഈ ചാപ്റ്റർ നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്യാനുള്ളൂ. നമുക്കിനി അടുത്തൊരു ടോപ്പിക്കിലോട്ട് കടക്കാം. ഓക്കെ, വിച്ച് ഇസ് കോൾഡ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, എന്താണ് പറയുന്നത്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ എന്താണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ? അപ്പോൾ നമുക്കറിയാം ഫിസിക്സിൽ നമുക്ക് മെയിനായിട്ടും ഫിസിക്സിൻ്റെ ബ്രാഞ്ചസിനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും: സ്റ്റാറ്റിക്സ് ആൻഡ് കൈനിമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഓക്കെ, മെക്കാനിക്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന മെക്കാനിക്സ് എന്ന് വെച്ചാൽ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ മോഷൻ ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ മോഷൻ ഓഫ് ഒബ്ജക്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെക്കാനിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെക്കാനിക്സ് എന്ന് വെച്ചാൽ എന്താണ്? മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് മോഷൻ. ഓക്കെ, മോഷൻ മൂവിങ് ഒബ്ജക്റ്റുകളായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെക്കാനിക്സ് എന്ന് വിളിക്കുന്നത്. ഈ മെക്കാനിക്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: സ്റ്റാറ്റിക്സ്, കൈനിമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഓക്കെ, അതിൽ സ്റ്റാറ്റിക്സ് എന്ന് വെച്ചാൽ വിച്ച് ഈസ് ഡീലിംഗ് വിത്ത് ദ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റുകളെ പറ്റി പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റാറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് കൈനിമാറ്റിക്സ്. വി സ്റ്റഡി അബൌട്ട് ദ ഡിസ്ക്രൈബ് ദ മോഷൻ വിത്തൗട്ട് നോയിങ് ദ കോസ് ഓഫ് ദ മോഷൻ. അപ്പോൾ നമ്മൾ മോഷനെ പഠിക്കുന്നു വിത്തൗട്ട് നോയിങ് ദ കോസ് ഓഫ് ദ മോഷൻ. മോഷന് കോസ് ആരാണെന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നില്ല. വി ആർ ഓൺലി ഡീലിംഗ് വിത്ത് ദ മോഷൻ. Okay, next thing is the dynamics, which is also dealing with the motion, dealing with the cause of the motion. Okay, അപ്പോൾ ഇതിനെയാണ് നമ്മൾ മൂന്നായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് ബ്രാഞ്ചിൽ നമ്മൾ ആദ്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി അങ്ങോട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് മെക്കാനിക്സിലെ ഈ ടോപ്പിക്സുകളാണ് ഇനി നമുക്ക് അങ്ങോട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ മെക്കാനിക്സിലെ ബാക്കിയുള്ള ടോപ്പിക്സ്, അതായത് ബാക്കി ഫ്ലൂയിഡ്സ്, അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ്, അങ്ങനെയൊക്കെയുള്ള കുറേ ടോപ്പിക്സുകൾ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അപ്പോൾ ഇങ്ങനെ കുറേ ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് നമ്മുടെ മെക്കാനിക്സ് പോലെയല്ല, ഇറ്റ് ഈസ് ലൈക്ക് നമ്മളുടെ ഒരു ഓവർവ്യൂ ആണ്. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിനി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ എന്താണ് ഒരു പോയിൻ്റ് ഒബ്ജക്റ്റ് എന്നാണ്. ഓക്കെ, ഒരു പോയിൻ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് which is very smaller in size compared to the distance that it is traveling. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോയിൻ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്, അല്ലേ? ഒരു ഒബ്ജക്റ്റ് വളരെ സ്മോൾ ആണ് വിത്ത് കമ്പയറിങ് ടു ദ ഡിസ്റ്റൻസ് ദാറ്റ് ഇറ്റ് ഈസ് കവറിങ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ പോയിൻ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഇതൊക്കെ ടേംസ് ആണ്. ഇതൊക്കെ നിങ്ങൾ കേട്ടിരുന്നാൽ മതി, കാരണം നമ്മൾ ഇനി അങ്ങോട്ട് തിയറംസ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഈ ടേംസ് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ്. അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു മോഷൻ പഠിക്കണം, ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു കോർഡിനേറ്റ് സിസ്റ്റവും വേണം. നോട്ട് ഓൺലി കോർഡിനേറ്റ് സിസ്റ്റം, വി നീഡ് എ ടൈം ഓൾസോ. അപ്പോൾ നമുക്കൊരു ക്ലോക്കും വേണം, ഒരു കോർഡിനേറ്റ് സിസ്റ്റവും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു മോഷനെ പറ്റി നമുക്ക് പഠിക്കാനായിട്ട് പറ്റൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എലോങ് വിത്ത് എ ക്ലോക്ക്. ഓക്കെ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്താണ്? XYZ ആണ്, എലോങ് വിത്ത് എ ക്ലോക്ക് which means time. Okay, yes, 1 second. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് മോഷനെ പല രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മോഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഫോംസ് ലൈക്ക് 1 dimensional മോഷൻ, 2 dimensional മോഷൻ ആൻഡ് 3 dimensional മോഷൻ. ഓക്കെ, ഇപ്പോൾ 1 dimensional മോഷൻ എന്ന്, 2 dimensional മോഷൻ എന്ന്, 3 dimensional മോഷൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഷൻസിനെ തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് 1 dimensional മോഷനാണ്. ഇപ്പോൾ 1 dimensional മോഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എയ്തർ വൺ ഓഫ് ദ പൊസിഷൻ കോർഡിനേറ്റ് സിസ്റ്റവും ടൈമും മാത്രം മതി. ഓക്കെ, അപ്പോൾ എയ്തർ വൺ കോർഡിനേറ്റ്, അതായത് എക്സോ വൈയോ ഇസഡോ ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? 1 dimensional മോഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അതിന് നമ്മൾ റെക്റ്റിലീനിയർ മോഷൻ എന്നും വിളിക്കാറുണ്ട്. എന്താണ് വിളിക്കുന്നത്? റെക്റ്റിലീനിയർ മോഷൻ എന്നും വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തതെന്ന് പറയുന്നത് 2 dimensional മോഷൻ. ഓക്കെ, 2 dimensional മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? 2 dimensional മോഷൻ എന്ന് വെച്ചാൽ ദ മോഷൻ ഈസ് കോൾഡ് 2 dimensional വെൻ വി നീഡ് 2 കോർഡിനേറ്റ്സ്, അല്ലേ? 2 കോർഡിനേറ്റ്സ് നമുക്ക് വേണം, അല്ലേ? 2 കോർഡിനേറ്റ്സ് വേണ്ടതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്?
ടു ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കോർഡിനേറ്റ് എന്ന് വെച്ചാൽ ഒന്നുകിൽ എക്സ് വൈ ആവാം, അല്ലെങ്കിൽ വൈ ഇസഡ് ആവാം, അല്ലെങ്കിൽ എക്സ് ഇസഡ് ആവാം. അപ്പോൾ ഏതെങ്കിലും രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം വേണ്ടി വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടു ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 3 ഡയമെൻഷണൽ മോഷൻ എന്തായിരിക്കും നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ, ഏതായിരിക്കും ഇവിടെ എക്സും വൈ ഇസഡും നമുക്ക് വേണ്ടി വരുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ സ്പേസിലൂടെ പോകില്ലേ, സ്പേസിലൂടെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ 3 ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു കൈറ്റ് ഇപ്പോൾ പറന്നു പോവുകയാണ്. അപ്പോൾ ആ കൈറ്റ് പറന്നു പോകുന്ന ഒരു 3 ഡയമെൻഷൻ ഫിഗർ ആയിട്ടല്ലേ, 3 ഡയമെൻഷണൽ സ്പേസിലല്ലേ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് വേണം, 3 ഡയമെൻഷനിലും നമുക്ക് 3 ഡയമെൻഷനും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, 3 ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കുന്നത്. വാട്ട് യു മീൻ ബൈ 2 ഡയമെൻഷണൽ മോഷൻ? 2 ഡയമെൻഷണൽ മോഷൻ എന്ന് വെച്ചാൽ ഒരു പ്ലെയിനിൽ, ഇപ്പോൾ ഒരു പ്ലെയിൻ സർഫസിൽ, ഇപ്പോൾ നമ്മൾ എഴുതുന്ന ഈ ഒരു സർഫസിൽ, ഈ സർഫസിൽ ഉള്ളൊരു മൂവ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, മോഷനെ പ്ലെയിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, ഇപ്പോൾ സപ്പോസ് നമുക്ക് ഒരു ആൻഡ് ഇങ്ങനെ ഒരു സർഫസിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. ഓക്കെ, ഒരു സർഫസിലൂടെ ഒരു ആൻഡ് ഇങ്ങനെ പോകുമ്പോൾ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാടാ, അത് നമുക്ക് 2 ഡയമെൻഷണൽ മോഷന് എക്സാമ്പിളാണ്. ഓക്കെ ആണല്ലോ, ഓക്കെ അല്ലേ? യെസ്. അല്ലെങ്കിൽ ഒരു കാർ ഈസ് മൂവിങ് ത്രൂ എ പ്ലെയിൻ ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഒരു ബോട്ട്, ഒരു സ്റ്റിൽ വാട്ടറിൽ ബോട്ട് മൂവ് ചെയ്യുന്നത്, ഇതെല്ലാം 2 ഡയമെൻഷനിൽ എക്സാമ്പിളാണ്. ഇനി അടുത്തതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്നാണ് ഡിസ്റ്റൻസും, അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ്? അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ദ ടോട്ടൽ ലെങ്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ദ ടോട്ടൽ ലെങ്ത് കവേർഡ് ബൈ ദ object is called distance. What is displacement? It is the shortest distance between the final and initial point. അപ്പോൾ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തല്ല, വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കാനോട്ട് ബി 0 ഓർ നെഗറ്റീവ്. ഡിസ്റ്റൻസ് ഒരിക്കലും 0യും നെഗറ്റീവും ആവാൻ പാടില്ല, അല്ലേ? അല്ലെങ്കിൽ നോർമലി അങ്ങനെ വരാറില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വരാടാ, ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് നെഗറ്റീവോ പോസിറ്റീവോ 0യോ വേണമെങ്കിൽ വരാം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇതിൻ്റെ ഡയമെൻഷൻ ഫോർമുലാസ് ആണ്. ഡിസ്റ്റൻസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താണ്, സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ഡിസ്റ്റൻസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താണ്, ഒരു വ്യത്യാസമില്ല, രണ്ടും സെയിം ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആവാം, നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, അല്ലേ? പക്ഷെ ഡിസ്റ്റൻസോ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, അതൊരു കണ്ടീഷനാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇവരുടെ ഡയമെൻഷൻ എന്താണ്, ഇവരുടെ ഡയമെൻഷൻ ഫോർമുല എല്ലാം ഈക്വൽ ആണ്, ലെങ്ത് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡയമെൻഷൻ ഫോർമുലയും സെയിം ആണ്. ഓക്കെ അല്ലേ? യെസ്. നമുക്കിത് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.